എന്ത് കാരണത്താൽ എനിക്കെതിരെ സമരം ചെയ്യുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല. പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമരം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വടകരയിൽ അന്ന് നിങ്ങൾ വന്നു പോയില്ലേ, ആ വന്നു പോയ അന്നും ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ ഗ്ലാസ് താത്താൻ പറഞ്ഞ് ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ ആക്ഷേപിച്ച് പോയി. അപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ എൻ്റെ വീഡിയോ എടുത്തതാ വടകരക്കാർ ഏതോ പാർട്ടിക്കാരനാണ്, വടകരക്കാർ ഇത് ആക്ഷേപിച്ച് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നന്നായിട്ട് പ്രചരിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത്. അവിടെ പിന്നെ CPM-ന്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിൽ എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ച ഒരു ചടങ്ങിന് ശേഷം പുറത്തിറങ്ങിയതാ. പോലീസിന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാൻ ആൾ നിൽക്കുന്നുണ്ട്. അവരാരെയും മാറ്റിയൊന്നുമില്ല, എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല. ഇനി പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകണമെന്നില്ല. അപ്പോൾ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല, പോലീസിന് ഒന്ന് തടഞ്ഞോട്ടെ, കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്നുള്ളത് ആ പോലീസിന്റെ ആറ്റിറ്റ്യൂഡ്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു. പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല, വടകരയിൽ ഇറങ്ങി നടക്കുന്ന ഇല്ലാതാക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് പുറത്തിറങ്ങി